ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് വെച്ചോളൂ. ഉം. നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ വേണമെങ്കിൽ പാരന്റ്സ് ആയിരിക്കും പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഏകദേശം അറിയാം എല്ലാം കുട്ടി പഠിച്ചിട്ടൊക്കെയാണ് പോയത് എന്ന്. തിരിച്ചു വരുമ്പോ ഇപ്പൊ ആ കുട്ടിക്ക് 5 ഔട്ട് ഓഫ് 10 കിട്ടിയെന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം നല്ലോണം എഴുതണം പറഞ്ഞിട്ട് വിട്ടിട്ട് പിന്നെ ചിലപ്പോൾ ഇതിങ്ങനെ ചെയ്യുണ്ടാവും. അപ്പൊ നമ്മൾ ഇനിയും പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഒരു 6th 7th ഒക്കെ എത്തുമ്പോഴാണോ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് ഉള്ളിലേക്ക് പോവേണ്ടത്? അല്ലെങ്കിൽ ഒരു കൗൺസിലറോടോ സ്കൂളിൽ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ ചെറിയ ഹെൽപ്പ്, അവരുടെ അടുത്തേക്ക് പോകണ്ടേ? അതോ നമ്മൾ ഈ ഒരു ടെൻഡർ ഏജിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴേ അവരുടെ ഒരു ലേണിംഗ് പാറ്റേൺ ഒക്കെ നോക്കണോ? കൃത്യമായിട്ടും. അതായത് ആദ്യത്തെ ലെവൽ നമ്മൾ പല്ല് തേക്കാൻ പഠിപ്പിക്കുമ്പോ കുട്ടി പ്രോപ്പർ ആവോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം, എങ്ങനെ വായിക്കണം, എങ്ങനെ പുസ്തകങ്ങൾ സൂക്ഷിക്കണം, അതൊക്കെ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മുടെ സപ്പോർട്ട് വേണം. ഓക്കെ. അപ്പൊ നമ്മള് ഞാൻ നേരത്തെ കമിഴ്ന്ന് കിടക്കണ കാര്യം പറഞ്ഞു. കമിഴാൻ അറിയാം, പക്ഷെ സേഫ് ആയിട്ട് കമിഴാൻ അറിയോ? ഇല്ല. അവിടെയാണ് പാരന്റ്സിന്റെ റോൾ. ക്ലിയർ. അപ്പൊ നടക്കാൻ അറിയാം, പക്ഷെ നടക്കുമ്പോ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടോന്ന് കുട്ടിക്ക് അറിയില്ല. ആ റോളാണ് ഇവിടെ ഉള്ളത്. കുട്ടിക്ക് പഠിക്കണം. അപ്പൊ അതിനുള്ള സേഫ് സിറ്റുവേഷൻസ് ഉണ്ടാക്കുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയാണ് പെൻസിൽ പിടിക്കേണ്ടത്, ഇതൊക്കെ കുട്ടിക്ക് ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ എവിടെയെങ്കിലും വെച്ച് പഠന പ്രശ്നങ്ങൾ കാണുമ്പോ കുട്ടിയോട് ചോദിക്കാം, മോന് ബുദ്ധിമുട്ടുണ്ടോ, മോന് വായിക്കാൻ കിട്ടുന്നില്ലേ, കാണുന്നുണ്ടോ? അപ്പൊ കുട്ടി പ്രശ്നം പറയും. അവനൊക്കെ ഒരു പരിധി വരെ പ്രശ്നം പറയും കാണുന്നില്ല ആന്റി എന്ന് പറയും. അപ്പൊ എല്ലാം കാണാത്തതുണ്ടോ? അപ്പൊ ദൂരെ ഇരിക്കുമ്പോ കാണുന്നില്ല. അപ്പൊ നമ്മൾ ടി വി കാണാൻ പറ്റുണ്ടോ? ടി വി കാണാൻ പറ്റുന്നുണ്ട്. ടി വി എവിടെ ഇരുന്നാ കാണാ? ടി വിയുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ടി വി കാണുക. നമ്മൾ ഇവിടെ സോഫയിൽ ഇട്ടിരുന്നാലും കുറച്ച് കഴിയുമ്പോ കുട്ടി അവിടെ എത്തും. അപ്പൊ നമ്മളെന്താ വിചാരിക്കറിയോ? പോക്കിമേൻ കണ്ട് ആവേശം മൂത്ത് പോയതാണ്. അല്ല, കുട്ടിക്ക് കാണാത്തോണ്ടായിരിക്കും. ഇത് പറഞ്ഞപ്പോഴാട്ടോ എന്റെ ഇളയ മോൾക്ക് പുള്ളിക്കാരി ഡൈനിങ് ടേബിൾ ഞങ്ങൾ നല്ല നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ടി വി കാണുന്നത്. അപ്പം ഈ താഴെ എന്തെങ്കിലും ഇപ്പം വേറെ ലാംഗ്വേജിൽ കാണുന്ന സബ് ടൈറ്റിൽസ് വരുമല്ലോ, ഈ സബ് ടൈറ്റിൽസ് വായിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഒന്ന് വായിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയായി വായിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് 2-3 പ്രാവശ്യമായപ്പം ആക്ച്വലി ഞങ്ങളുടെ മൂത്ത മോളെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് ദാറ്റ് ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൾക്ക് ആ കുഞ്ഞു ലെറ്റേഴ്സ് കാണാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഓക്കെ ഇവിടെ നിന്ന് നോക്കിക്കേ, കുറച്ചും കൂടെ അടുത്ത് പോയി നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുമ്പോഴാണ് കാണുന്നത്. മറ്റേതെന്താ, നമ്മൾ മരത്തിലൊരു സാധനത്തിനെ കാണിക്കണോ, ഒരു ബേർഡിനെ കാണിക്കണോ, പുള്ളിക്കാരിക്ക് സ്പോട്ട് ചെയ്യാനേ പറ്റണില്ല. അപ്പൊ നമ്മൾ എന്താ പറയണേ, എടാ ദാ അവിടെ ഉണ്ട്, നിനക്കെന്താ കോൺസെൻട്രേറ്റ് ചെയ്താ അവിടെയല്ലേ കാണുന്നേ, അത് കുഞ്ഞതായിട്ടേ കാണുന്നുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ കുട്ടിക്ക് കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ കൊണ്ട് കണ്ണ് ചെക്ക് ചെയ്തപ്പോഴാണ് പിന്നെ ഗ്ലാസ് ഒക്കെ ഇടേണ്ടി അപ്പൊ വന്നത്. അതാണ് ആ സ്റ്റേജില് നമ്മള് ഹെൽപ്പ് ചെയ്യേണ്ടത് മനസ്സിലാക്കണം. അപ്പൊ കുഞ്ഞുങ്ങളെ നിഷ്കളങ്കമായിട്ടാണ് പറയാ എനിക്ക് പറ്റണില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ ഡയലോഗ് അത് നിന്റെ മടി കൊണ്ടാ, അത് നിനക്ക് വേറെ ഏതൊക്കെ ഇഷ്ടമുണ്ടല്ലോ, ഇത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്, കളിക്കേണ്ട ചിന്തയുള്ളതുകൊണ്ടാണ് എന്ന് പറയും. അപ്പൊ കുട്ടി ഒരു പാഠം പഠിച്ചു. എന്താ? കളിക്കാനാണ് ഈ പ്രായത്തിൽ അപ്പൊ ചിന്ത വരിക, മടിയാണ് വരിക. ക്ലിയർ. അപ്പൊ നമ്മൾ അതിലേക്ക് പോവും. അപ്പൊ ഇത് മറന്നു. ക്ലിയർ. പിന്നെ ബേസിക്കലി കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളവരല്ല. 10-16 വയസ്സ് വരെ അവര് പിപ്പിരി ആയിട്ട് നടക്കണം. അമ്പരം തിരിയണ പോലെ തിരിയണം. അടങ്ങി ഒതുങ്ങി ഇരിക്കരുത്. നിങ്ങളുടെ മക്കള് സോഫയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയല്ല, കാല് ചുമരിലായിരിക്കണം കുറച്ചു നേരമെങ്കിലും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടിയാവുക. അപ്പൊ ബലൂണൊക്കെ ഊതുമ്പോ പൊട്ടിക്കണം, ജനലിൽ എന്താ വെറുതെ ഇങ്ങനെ കൊളുത്തിട്ട് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് വിക്രസുകൾ കാണിക്കണം. ഒരു കസേരകൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ അടുക്കി പെറുക്കിയിട്ട് അതിന് മുകളിൽ കയറിയിരിക്കണം. അത് ഇപ്പോഴും എനിക്ക് തോന്നാ, അവിടെ ചെയർസ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഈ ചെയറിലല്ല അതിന്റെ മേളിൽ കയറിയിരിക്കാൻ. അത് നമ്മളിരുന്നാ കുഴപ്പമില്ല, ആഗ്രഹം. കുട്ടി ഇരുന്ന വികൃതി. അപ്പൊ ഇത്തരത്തിലുള്ള വികൃതികൾ കാണിക്കാനുള്ള ഏജാണ് ആ ഏജ്. ഇപ്പൊ രഞ്ജു അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പ്രാന്താന്ന് പറയും ചിലര്. അല്ലെ, മതിൽ കയറി ഇരുന്ന ഗേറ്റിന്റെ ഉള്ളിലുള്ള കുട്ടി ഉള്ളിലുള്ള കുട്ടി നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മള് വളരെ ലൈവ്ലി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഉള്ളിലുള്ള കുട്ടിത്തരങ്ങൾ വേണം. നമ്മൾ ഉറക്ക സംസാരിക്കുക, ഉറക്ക പൊട്ടിച്ചിരിക്കുക, ഇടയ്ക്ക് എണീറ്റ് ഒന്ന് യാത്ര ചെയ്യുക, ഇതൊക്കെ വേണം. അപ്പൊ കുഞ്ഞുങ്ങള് അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട മക്കളല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി വന്നാൽ ഓർമ്മക്കുറവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നാൽ സിവിയർ ഡിപ്രഷൻ, ആൻസൈറ്റി. കുഞ്ഞുങ്ങൾ പ്രശ്നം പറയുമ്പോൾ നിസ്സാരവൽക്കരിക്കരുത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളൊക്കെ അന്ധകാലത്ത് ഇന്ന പോലെ അല്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പറയും മൊബൈൽ എല്ലാത്തിനെയും കൊണ്ട് കണക്ട് ചെയ്യണത് മൊബൈലിലേക്കാ.
അപ്പൊ മക്കളിപ്പോ പറയില്ലേ, ഓ ഇനി വയറിളക്കം വന്നാലും നിങ്ങൾ മൊബൈലാണെന്ന് പറയുമല്ലോ എന്ന് പറയും അല്ലേ. അപ്പൊ അതൊരു പാവം മൊബൈൽ അവിടെ ഇരുന്ന് ജീവിച്ചു പോട്ടെ. ക്ലിയർ, മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് നമ്മള്. നമുക്ക് ടെൻഷൻ വരുമ്പോ അന്നാന്ന് പോയി നോക്കിക്കോ എന്ന് പറഞ്ഞ് ടെൻഡർ ഏജിൽ കൊടുത്തത് നമ്മള്. എന്നിട്ട് ഉത്തരവാദിത്ത ബോധമില്ല എന്ന് പറഞ്ഞ എങ്ങനെ നടക്കുക ശരി, അത് ശരി. അല്ലേ. അപ്പൊ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഉത്തരവാദിത്തം ഏത് പ്രായത്തിൽ കൊടുക്കാം? അത് എനിക്കൊരു question അത് തന്നെയാണ്. എനിക്ക് ശരിക്കും ഞാനാണ് അറിയണം ഇപ്പൊ ചോദ്യം എന്നുണ്ട്. ചോദിച്ചത്, എത്ര വയസ്സിൽ ഉത്തരവാദിത്തം കൊടുക്കാം? ഓരോ പ്രായത്തില് അവരെ അതിന് കൊണ്ട് ചെയ്യാൻ appropriate പറ്റുന്ന- ആയ അതെ. ഉത്തരവാദിത്വം ഞാൻ കൊടുക്കും. ചോദിച്ചത് ഇത്രേ ഉള്ളൂ, ഏത് വയസ്സിൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാം? എന്ന് പറഞ്ഞാ ചിലപ്പോ ഒരു 6 വയസ്സ്. എനിക്കറിയില്ല. എക്സാക്ട്ലി അറിയില്ല ഏത് എനിക്ക് വയസ്സിൽ. Exactly അറിയില്ല. ആക്ച്വലി 4 വയസ്സ് മുതൽ ഉത്തരവാദിത്തങ്ങൾ ഓ കൊടുക്കാം. ഞാൻ കുറച്ച് ക്ലോസ് ആയി. Close ആയി. ചുമ്മാതെ പറഞ്ഞതാട്ടോ, അല്ലാതെ അറിഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. അല്ല അല്ല അങ്ങനെ പറയുന്നതും നല്ലതാണ്. ഉം. അടിച്ചുവിടുക, ഉം. മനസ്സിലായോ? ആ. ഉത്തരം അറിഞ്ഞില്ലെങ്കിലും ആ. ഉത്തരം പറയണം. തെറ്റോ ശരിയോ എന്നൊന്നും ഇല്ല, മനസ്സിലായോ? അതാണ് കോൺഫിഡൻസ്. അറിയില്ല, തെറ്റ് തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ. അതെ. ഏ? അതെ, അല്ലേ? അതെ. ആകാശം ഇടിഞ്ഞു വീഴൊന്നും ഇല്ല. ചിലപ്പോ ശരിയാവും, ഉം. ചിലപ്പോ ശരിയാവില്ല, അത്രേ ഉള്ളൂ. അപ്പൊ 4 വയസ്സിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം എന്നാണ് ഉം. പറയുന്നത്. ഉം. പക്ഷെ ശരിക്കും ഞാൻ ചിന്തിച്ചിട്ടുള്ളത്, ഇരിക്കാൻ തുടങ്ങില്ലേ, അപ്പൊ നമ്മളൊരു പ്ലേറ്റ് വെച്ചു കൊടുത്ത് ഒരു കഷ്ണം ഇഡ്ഡലി ഇട്ട് കൊടുക്കണം. അത് ഒറ്റയ്ക്ക് തിന്നാന്നുള്ളത് സെൽഫ് ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഈ ഭക്ഷണം പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്കാ, അതെ, ഇല്ലേ? അതെ. അത് ആദ്യം കഴിക്കാനുള്ളതാണെന്ന് മനസ്സിലാവണം, അത് എടുക്കാൻ തോന്നണം, എടുത്ത് തിന്നണം, കോർഡിനേഷൻ. അതെ, വായിലിടണം, എന്നിട്ട് ഈ പല്ലൊന്നും ഇല്ല അതിനെ ചവയ്ക്കണം, അതിനെ വിഴുങ്ങണം. അപ്പൊ ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് മുതൽ ആ ചെറിയ ഒരു കാര്യം കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പക്ഷെ 4 വയസ്സ് വരെ മുതൽ കൊടുക്കാം എന്നാണ് പറയണത്. 4 വയസ്സായ കുട്ടിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ അവര് ഡോൾസോ അല്ലെങ്കിൽ ടോയ്സോ ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ ഓക്കെ, കളി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ബാഗിൻ്റെ അകത്ത് തിരിച്ചിടിയിക്കുക. അപ്പം എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടി, എനിക്ക് തോന്നുന്നു കേട്ടോ, അല്ല, ഫിസിക്കലി അത് ശരിയാണ്, നല്ലതാണ്, അത് ചെയ്യിപ്പിക്കണം, അത് ബിഹേവിയർ ഫോർമേഷന്റെ ഭാഗമാണ്. അത് കുട്ടിയുടെ ജോലിയല്ലേ, കുട്ടിയുടെ കാര്യമാണ്. വീടിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരുമ്പോ ആ പെർസ്പെക്റ്റീവില് ചിന്തിക്കണം. ഞാനിട്ട തുണി ഞാൻ തന്നെ തിരുമ്പുക എന്നുള്ളത് സെൽഫ് റെസ്പോൺസിബിലിറ്റിയാണ്. ഡെഫിനറ്റ്ലി നമ്മൾ പഠിപ്പിക്കണം. ഒരു കുടുംബം, അപ്പൊ അമ്മയ്ക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്, അച്ഛനൊരു ഉത്തരവാദിത്തം ഉണ്ട്, അല്ലേ? മുത്തശ്ശൻ മുത്തശ്ശി അവരവരുടെ റോൾ ചെയ്യുന്നു. വാട്ട് അബൌട്ട് ദിസ് 4-year-old കിഡ്? അവർക്ക് ആ വീട്ടിൽ എന്താണ് ഉത്തരവാദിത്തം കൊടുക്കാൻ പറ്റുക? 4 yearsലോ ടേബിളിലേക്ക് പോലും എത്തില്ലല്ലോ. അതെ. സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യാൻ പറയാനോ എത്തില്ല അവർക്ക്. നമ്മൾ പറ്റാത്തതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പറ്റുന്നത് എന്താ? പറ്റണതിനെ കുറിച്ച് വരൂ. അവിടെ നമ്മള് ഇപ്പൊ ഇയാൾ ഗോപിക എന്താ ചെയ്തെച്ചാ, ആദ്യത്തെ ചിന്ത വന്നത് 4 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതെ, എനിക്കും അത് തന്നെ വന്നത്. അതെ. 4 വയസ്സായി, ആ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കൂ. ചിന്തിക്കൂ. എനിക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. പാത്രമൊക്കെ കൊണ്ട് കഴിക്കുന്ന പാത്രം പതുക്കെ കൊണ്ടുവയ്ക്കുക, അതൊക്കെ ടാസ്കിൽ വരുന്നതാണല്ലോ. അത് ടാസ്ക് അല്ല, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ഓ ഓക്കെ. നോക്കൂ, വീട്ടില് ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് പ്ലേറ്റ് കൊണ്ട് നടക്കൂ എന്ന് പറയുന്നതും പ്ലേറ്റ് അവിടെ ഏന്തി വലിഞ്ഞ് വെക്കുന്നതും ഉത്തരവാദിത്തമാണ്. ആദ്യം വെക്കുമ്പോ താഴെ വീഴും, പൊട്ടും. അപ്പൊ കുട്ടി പഠിച്ചു, കുറച്ചും കൂടി ശ്രദ്ധിക്കണം. എപ്പോഴേ പഠിക്കുള്ള അറിയോ? തല്ലുകൊള്ളാതിരുന്ന വെച്ചു, വീണു, പൊട്ടി, അച്ഛൻ പറയണ നിന്നോട് അപ്പഴേ പറയല്ലേ, നീ കൊണ്ടുവച്ചാ പോരെ, അവളെ കൂടെ എന്തിനാ കൊടുത്ത്? അവിടെ വഴക്കായി, കുട്ടിക്ക് കോൺഫിഡൻസ് പോയി. വീണു, അത് നമ്മളെല്ലാരും കൂടെ വാരി എടുത്തു. അപ്പൊ അടുത്ത തവണ എന്ത് ചെയ്യും കുട്ടി? കുറെ കൂടി എന്തി വലിഞ്ഞു വെക്കും. അപ്പൊ അത് റെസ്പോൺസിബിലിറ്റി പഠിച്ചു, ശ്രദ്ധ പഠിച്ചു, എങ്ങനെയാണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് അടുത്ത ലെവലിൽ പഠിച്ചു. അപ്പൊ 4 വയസ്സിലെ കുട്ടിക്ക് പ്ലേറ്റ് കൊണ്ടുവയ്ക്കാൻ പറ്റും, ഗ്ലാസ് നിരത്തി വെച്ച് വെള്ളം ഒഴിക്കാൻ പറ്റും, അച്ഛൻ വരുമ്പോ വാതിൽ തുറന്നു നോക്കാൻ അടുത്ത് നിൽക്കാൻ പറ്റും, ചെരുപ്പുകൾ അടുക്കി വെക്കാൻ പറ്റും, പച്ചക്കറി കൊണ്ടുവന്ന് അടുക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും, എന്തൊക്കെ സാധനം വെക്കും, ചൂലെടുത്തോണ്ടിരാൻ പറ്റും, അല്ലേ? ചവിട്ടി അടിച്ചു വരുമ്പോ മാറ്റിയിടാൻ പറയാൻ പറ്റും, ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോ കൂടെ നിന്ന് വെള്ളം ഒഴിക്കാൻ പറയാൻ പറ്റും, മുറ്റം അടിക്കാൻ ചൂല് കൊടുക്കാൻ പറ്റും, ജനൽ തുടയ്ക്കാൻ കമ്പിയില് ജനൽ തുടയ്ക്കാൻ തുണി കൊടുക്കാൻ പറ്റും. ബാലവേല എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചെടുത്തില്ല. ഇല്ല, അവനവന്റെ വീട്ടിലെ ജോലി ബാലവേലയല്ല. അതാണ് കുട്ടികൾക്കുള്ള തെറ്റിദ്ധാരണ. കാരണം നമ്മൾ തന്നെയാണ് ഈ ഐഡിയ ഇട്ട് കൊടുക്കണത് എന്ത് ബാലവേലയാണ്. അല്ലെ,
ദിസ് ഈസ് ദ നമ്മൾ കുട്ടിയെ കൊണ്ട് മാത്രമല്ല ചെയ്യിപ്പിക്കുന്നേ, നമ്മള് ചെയ്യുന്നു. എല്ലാരും ചെയ്യണം. ചെയ്യണം. ഒരു 10 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ചായ വെക്കാനും ദോശ മറിച്ചിടാനും തേങ്ങ ചെരുവാനും തേങ്ങ അരയ്ക്കാനും ഒക്കെ അറിയണം. ഇപ്പോഴും 15 വയസ്സായ ഒരു അടുക്കളയിൽ കയറ്റാണ്ട് എന്താ കയറ്റാത്ത, അയ്യോ ഗ്യാസ് കത്തിക്കാറിയില്ല, തീ പൊള്ളലേറ്റാലോ, ചൂട് പറ്റാലോ, ഷോക്ക് അടിച്ചാലോ. എന്നിട്ട് 10ാം ക്ലാസ് ബോർഡ് എക്സാം കഴിയും. എന്നിട്ടൊരു വരവുണ്ട് അച്ഛനും മക്കളും കൂടെ. എന്തിനാ അച്ഛൻ വരെ അറിയോ? അമ്മയുടെയും മക്കളുടെയും കുരുത്തക്കേട് കാരണം വീട്ടിലിരിക്കാൻ പറ്റാണ്ട്. എന്താ പ്രശ്നം? ബോർഡ് എക്സാം കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും അവൻ അവന്റെ ഡ്രസ്സ് അലക്കിയിട്ടൂടെ, ഇനിയെങ്കിലും അവൾക്ക് അവളുടെ ബെഡ്ഷീറ്റ് മടക്കി വെച്ചൂടെ? ചെയ്യില്ല. ഇനിയെങ്കിലും പാത്രം കഴുകിക്കൂടെ? ഈ 15 വയസ്സിൽ ബോർഡ് എക്സാം കഴിഞ്ഞ മാർച്ച് 31 വരെ അമ്മ ചെയ്ത്, എന്നിട്ട് ഏപ്രിൽ 1-ാം തീയതി മുതൽ ഈ മകനോടും മകളോടും പറഞ്ഞ കുട്ടികൾ ചെയ്യില്ല. അറ്റ് ദാറ്റ് ഏജ് their responsibility is അവരെ സ്കിൻ നന്നായി പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ മുഖത്ത് കുരു വരാതെ നോക്കുക, സൺലൈറ്റ് കൊള്ളാതെ നോക്കുക, മുടി കൊഴിയാതെ നോക്കുക, മസിൽ ഉണ്ടാക്കുക. നിങ്ങൾ ആ സമയത്ത് പാത്രം കഴുകുക, തുണി നത്തിങ്. ഇത് ഒരു 10 വയസ്സ് അല്ലെ 14-15 വയസ്സ് വരെ കുട്ടികൾ ചെയ്യണം. പിന്നെ അങ്ങനെ അവര് ചെയ്യില്ല. മനസ്സിലായോ? പിന്നെ അവരുടെ കോൺസെൻട്രേഷൻ മാറി. അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഇഷ്ടമുള്ള പാട്ടുകൾ, സിനിമകൾ, ഫാഷൻ, അങ്ങനെ പോകും. പിന്നെ ഒരു 18-19 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും ബാക്ക് ടു ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ വന്നു തുടങ്ങും. അപ്പൊ അതൊരു വിട്ടുപിടിക്കൽ സമ്പ്രദായമാണ്. ക്ലിയർ? ഇപ്പൊ ഉത്തരവാദിത്തങ്ങൾ ചെറിയ പ്രായത്തിൽ കൊടുക്കണം. നമ്മൾ ഒന്ന് തലതല്ലി ജോലി എടുക്കേണ്ട ഒരാവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോ ഇത് നമ്മളെന്താ അറിയോ, നമ്മുടെ സെൽഫിഷ്നെസ് ആണ് പാരന്റ്സിന്റെ. കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, കുട്ടിയുടെ പഠിപ്പ് മോശമാവോ, ഇങ്ങനെ പല കാര്യങ്ങൾ കാരണം നമ്മൾ വേദനിക്കാതിരിക്കാൻ വേണ്ടി കുട്ടിയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. അത് മാറ്റണം. ഞാൻ എപ്പോഴും പറയും, കുട്ടികൾ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോ കുട്ടികളെ കൂടെ കൊണ്ടുപോവുക. മുതിർന്ന കുട്ടികളെ, ഒരു 15-16 വയസ്സെ കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ നല്ലോണം ഉള്ള കുട്ടികള്, അത്യാവശ്യം കാര്യത്തോടെ വർത്താനം പറയാൻ പറ്റുന്ന കുട്ടികളായി കഴിയുമ്പോൾ നമ്മുടെ കൂടെ ആശുപത്രിക്ക് വരേണ്ടത് നമ്മുടെ മക്കളായിരിക്കണം. ഒരു ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി അത് അവിടെ കൊണ്ട് കൊടുത്ത് ഇവിടെ കൊണ്ട് കൊടുത്ത് സ്കാനിങ് ചെയ്ത് ഡോക്ടർ വിളിക്കുമ്പോൾ കൂടെ വന്ന് അമ്മയുടെ അച്ഛന്റെ അസുഖം എക്സ്പ്ലെയിൻ ചെയ്യാൻ കുട്ടിയെ ശീലിപ്പിക്കണം. അല്ലാണ്ട് ജോലിയും കിട്ടി കല്യാണവും കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് അല്ല. ചിലപ്പോ നമുക്ക് ആരോഗ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പോയാൽ പോരെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കുട്ടിയിൽ എംപതിയും സിമ്പതിയും കൺസേണും കെയറും വാംനെസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ അയ്യോ ഒരു ദിവസം ക്ലാസ് കട്ടായി പോകും. ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അറിവാണ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ പാരന്റിന്റെ കൂടെ വരുമ്പോ കിട്ടുന്നത്. അത് വേറെ എവിടെ നിന്നും കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം ഇപ്പൊ ഞാൻ അതിന് കുറെ കൂടി ഫോക്കസ് കൊടുക്കും. കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാ, ഒരു ബാങ്ക് പോകുന്ന സമയത്ത് കൂടെ കൊണ്ടുപോവാ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിപ്പിക്കുക. നമ്മുടെ വീട്ടിലേക്ക് എത്ര ഇൻകം ഉണ്ട്, എത്രയാണ് നമുക്ക് പുറത്ത് കൊടുക്കാൻ, നമുക്ക് എത്ര ലോൺ ഉണ്ട് എന്നൊക്കെ 10 വയസ്സ് മുതലേ ഇരുന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് വരും വരായ കണക്കുകളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും 18-19 വയസ്സാകുമ്പോൾ BMW ചോദിക്കില്ല, ഒരു ഐഫോൺ ചോദിക്കില്ല. കാരണം എൻ്റെ അച്ഛന് ഇതാണ് വരുമാനം, എൻ്റെ അമ്മയ്ക്ക് ഇതാണ് വരുമാനം, അപ്പൊ എനിക്ക് ഇത്രേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോ അടുത്ത വീട്ടിലെ അച്ഛനെ പോലെ എൻ്റെ അച്ഛനായിരുന്നു നിങ്ങൾ ചിന്തിക്കില്ല. എന്താ വെച്ചാല് ഇവിടെ കുട്ടി ഒരു ഫോൺ ചോദിക്കുമ്പോ, ഒരു ഡ്രസ്സ് ചോദിക്കുമ്പോ നമ്മൾ കണക്ക് പറയാ ചെയ്യാ. ഇതില്ല അതില്ല, എനിക്കിതൊക്കെ ചെയ്തു തന്നില്ലേ, ഞാനന്ന് ഓട്ടർ ട്രൗസർ ഇട്ടിട്ടാ പോയത്, ഞാനന്ന് സഞ്ചി തൂക്കിയിട്ടാ പോയത്, ഞാനന്ന് നടന്നാ ഈ കണക്ക് പറയുന്നത് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല, എസ്പെഷ്യലി ടീനേജേഴ്സ്. അപ്പൊ അവർക്ക് തോന്നി ഈ അച്ഛനേക്കാളും നല്ലത് അവരായിരുന്നു, ഈ അമ്മയെക്കാളും നല്ലത് ഇവിടുന്ന് പോണതാണ്, എന്തിനാ അവിടെ ജീവിക്കണം തോന്നുന്നു. പകരം ആ 10 വയസ്സിലെ നമ്മൾ എന്താണ്, നമ്മുടെ വീട്ടിന്റെ ബാലൻസ്, ബാങ്ക് ബാലൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി ശീലിപ്പിച്ചാൽ അവരൊരിക്കലും നമ്മുടെ പരിധിക്കപ്പുറമുള്ള ആഗ്രഹങ്ങൾ, നമ്മളെ കൊണ്ട് സാധിക്കേണ്ട ആഗ്രഹങ്ങൾ ചോദിക്കില്ല, എക്സ്പ്രസ് ചെയ്യും. ഇത് വേണമായിരുന്നു, ഇപ്പൊ എന്താ ചെയ്യാ, ഇത് നമ്മൾ കൂട്ടമായിട്ട് ആലോചിക്കാം. അങ്ങനെ അവരൊരു ആഗ്രഹം നമ്മുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. എനിക്കിങ്ങനെ തായ്ലൻഡ് പോകണമെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ കൂട്ടാ. അപ്പൊ അമ്മ നമ്മുടെ അടുത്ത് പൈസ ഇല്ലല്ലോ, നമുക്ക് എങ്ങനെ പോവാം, അങ്ങനെ പറയുമ്പോ ഇപ്പൊ നടക്കില്ല. പിന്നെ അമ്മയും കൊണ്ടുപോകും. അപ്പൊ കുട്ടിയും പറയും അമ്മ എനിക്ക് ഇങ്ങനെ ഒരു കാറ് വാങ്ങണം, പക്ഷെ പൈസ ഇല്ലല്ലോ. അങ്ങനെ ഡിസ്കഷനിലേക്ക് പോണെങ്കിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയണം, നമ്മുടെ വിഷമങ്ങൾ പറയണം, നമ്മുടെ വിശേഷങ്ങൾ പറയണം. അല്ലാണ്ട് കുട്ടി തന്നെ എല്ലാം റിപ്പോർട്ട് ചെയ്യണം, കുട്ടി തന്നെ നടക്കൂല. അവരെല്ലാം നമ്മളിപ്പോ സംസാരിക്കുന്ന ഇന്റർവ്യൂ അല്ലാതെ ഒരു ഡിസ്കഷനിലേക്ക് എപ്പോഴും കാര്യങ്ങൾ കൊണ്ടുപോയാൽ ചിലപ്പോൾ സൊല്യൂഷൻ ഉള്ളിൽ തന്നെ വരും. തീർച്ചയായിട്ടും
ചോദ്യങ്ങൾക്ക് ഉത്തരം റെഡിമെയ്ഡ് ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ചിന്താശേഷിയും നമ്മൾ പൂട്ടി വെച്ചിട്ടാണ് സംസാരിക്കുക. എല്ലാം റെഡിമെയ്ഡ് ആണ്. അപ്പൊ പഠിക്കാൻ പറ്റണില്ല അല്ലേ? അന്നൊരു കാര്യം ചെയ്യും, രാവിലെ എണീറ്റിട്ട് 6 മണിക്ക് പഠിക്കും, 7 മണി വരെ പഠിച്ചിട്ട് കുളിച്ചു വന്നിട്ട് വീണ്ടും പഠിക്കും. ഇവിടെ എനിക്കും ചിന്തിക്കേണ്ടി വന്നില്ല, നിങ്ങൾക്കും ചിന്തിക്കേണ്ടി വന്നില്ല. എന്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമ്മുടെ ചിന്താശേഷി, നമ്മുടെ കൊഗ്നിറ്റീവ് തിങ്കിങ്ങിനെ നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്താ ചോദിച്ചാൽ നിങ്ങൾ 2 ദിവസം 6 മണിക്ക് എന്നിട്ട് പഠിക്കും, പിന്നെ പഠിക്കില്ല. കാരണം ദാറ്റ് സൊല്യൂഷൻ കെയിം ഫ്രം മീ, നോട്ട് ഫ്രം യു. ഇപ്പൊ ഇനി നമുക്കൊരു ചേഞ്ച്, ഇപ്പൊ കുട്ടികള് ശരി വലിയവരായി, എനിക്കിപ്പോ സ്വയം തന്നെ ചിലപ്പോ ചില ചേഞ്ചസ് കൊണ്ടുവരണം തോന്നും. എന്തെങ്കിലും നമുക്കൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം തോന്നും. അപ്പൊ നമ്മൾ ഫസ്റ്റ് റിസോർട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് ഇത് ചെയ്യുന്ന ഒരാളോട് ചോദിക്കുക ചെയ്യാ. നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കും. ഇപ്പൊ എനിക്കിപ്പോ ഒരു 4 മണിക്ക് എണീക്കണം എന്ന് കുറച്ച് കാലമായിട്ടുള്ള ആഗ്രഹം. അപ്പൊ ഞാൻ വേഗം 4 മണിക്ക് എണീക്കുന്ന ഒരാളടുത്ത് പോയി ചോദിക്കാണ്, നിങ്ങൾ എങ്ങനെയാ ഈ 4 മണിക്ക് എണീക്കണേ ചോദിക്കുമ്പോ അയാൾക്ക് ആക്ച്വലി ഇത് വളരെ ഈസി ആട്ടോ. അയാൾക്കത് ഹാബിറ്റ് എന്തോ ആണ്, എനിക്കതല്ല. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി ഇപ്പൊ എനിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു അറിയുന്ന ആളോട് പോയി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ബേസിക്കലി ഈ 4 മണിക്ക് എണീക്കണതിന്റെ നീഡ് എന്താ? അതന്നെ ഞാനിപ്പോ ചോദിക്കാൻ വേണ്ടി വന്ന നീഡ് എന്താ? അത് ഇപ്പൊ സത്യമായിട്ടുള്ള നീഡ് പറയണോ? അല്ല എന്താണ് ഇനി പറയാൻ പറ്റാത്ത നീഡാണ്? പറയാൻ പറ്റാത്ത രീതിയില്ല. എന്താണ് ബ്രഹ്മ മുഹൂർത്താണ് 4 മണി. ആ സമയത്ത് എയർ ഭയങ്കര ക്ലീൻ ആണ് എന്നും ആ സമയത്ത് കുളിച്ച് വൃത്തിയായിട്ട് ഇരുന്ന ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും എന്നും. അപ്പൊ ആസ് വി ഗ്രോ ഓൾഡർ, ഓക്കെ, എന്റെ പോലത്തെ ഒരു നോർമൽ ലേഡിക്ക് എന്താ വെച്ചാൽ പകല് രാവിലെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും 1-2 കാര്യങ്ങളായിട്ട് തിരക്കുണ്ട്. എനിക്കെന്ന് പറഞ്ഞിട്ട് സമയമില്ല. അപ്പൊ എനിക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് സെൽഫ് അനലൈസേഷൻ എനിക്ക് ഒരു 2 മണിക്കൂർ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നത് എന്റെ റുട്ടീൻ ജനറലി 6 o'clock ശേഷം സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം എനിക്ക് ആ ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് 4 to 6 എനിക്ക് വേറെ ഒരു ഒബ്ലിഗേഷനും ഇല്ല. എനിക്ക് അപ്പൊ കോൾസ് വരില്ല, കോളിംഗ് ബെല്ല് വരില്ല, സ്കൂളിൽ പോണ കാര്യമില്ല, ഒന്നുമില്ല. അപ്പൊ 4 to 6 എണീറ്റിട്ട് ഈ ഒരു 2 hours ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സിമ്പിൾ ആഗ്രഹം. ഇതിപ്പോ ഞാൻ എങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും? എനിക്ക് പറ്റിയിട്ടില്ല. ഓണസ്റ്റ്ലി ഞാൻ 2 കൊല്ലമായിട്ട് ആഗ്രഹമുണ്ട്. ആഗ്രഹം ശ്രമിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ വലുതായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. എല്ലാം മാത്രമേ വെച്ച് നോക്കിയിട്ടുള്ളൂ. അത് എങ്ങനെ സാധിപ്പിച്ചു? ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം നടക്കില്ല. പിന്നെ ഇതൊരു സർവൈവൽ നീഡായിട്ടും കൂടെ വരണം. അല്ലേ? ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ടൂർ പോയി, രാവിലെ ആ 3 ദിവസത്തെ ടൂർ പോകുമ്പോൾ ടൂറിന്റെ ആ 3 ദിവസം നമുക്ക് 4 മണിക്ക് എണീറ്റിട്ടാണ് പോണെന്നുണ്ടെങ്കിൽ നമ്മൾ എണീക്കുമല്ലോ. എണീക്കും. ആ പോലത്തെ ഒരു നീഡോ ആ ഒരു സിറ്റുവേഷനോ ഇപ്പൊ ഇല്ല. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന്. ഇനി ഈ പറഞ്ഞ ആഗ്രഹവും ആ കാഴ്ചപ്പാടൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ്, നിങ്ങൾക്ക് വേണം, ആഗ്രഹമുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഗുഡ്. പക്ഷെ അത് വേറൊരാളെ സംബന്ധിച്ച് 4 മണിക്ക് എണീക്കുന്നതാണ് ഫ്രഷ് എയർ എന്നുള്ളത് അവർക്ക് ശരിയാവണമെന്നില്ല. ഓക്കെ, അതിനു വേണ്ടി ചിന്തിച്ചു. എന്തെങ്കിലും ഒരു 1% ഇനീഷ്യേറ്റീവ് ഉണ്ടായോ? എല്ലാം വെച്ചു. ഒരു ദിവസം എണീറ്റു. സെക്കൻഡ് ഡേ എണീറ്റു, പിന്നെ കുറച്ചു നേരം ചുറ്റിക്കളിച്ചു. ഒന്നും അങ്ങനെ വിചാരിച്ചപ്പോ. എന്തുകൊണ്ടാണ് ഈ 6 അങ്ങനെ 4 ആക്കിയത്? വേറെ ഓപ്ഷൻ അല്ല, ഒരു 2 hours വേണമെങ്കിൽ. അതാണ് ആഗ്രഹം. അപ്പൊ ബിഗിനിങ്ങിൽ തന്നെ എന്തുകൊണ്ടാണ് 6 4 ആക്കിയത്? നമ്മളെങ്ങനെ നടക്കാൻ പഠിച്ചത്? ഒരു സ്റ്റെപ്പ് വെച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ശരി, അപ്പൊ ആദ്യം 5 പിടിക്കുക, അത് 5:30. ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള എണിക്കാൻ പറ്റുന്ന സമയം? ഇപ്പൊ ഞാൻ ആക്ച്വലി ഒരു സത്യം പറയട്ടെ, എനിക്ക് 6 o'clock ആക്ച്വലി എനിക്ക് കംഫർട്ടബിൾ എണീക്കണ സമയമല്ല. 6 o'clock ഇറ്റ്സെൽഫ് എനിക്ക് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പുഷ് ചെയ്ത് വെച്ച എല്ലാമാണ്. അപ്പൊ അതിന്റെ മുമ്പത്തെ ഓരോ 5-10 മിനിറ്റ്സും എനിക്ക് വളരെ പ്രഷ്യസാണ്. അപ്പൊ അതെനിക്ക് 4 ആയാലും 5 ആയാലും എനിക്ക് തോന്നുന്നു എനിക്ക് ഡിഫിക്കൾട്ട് തന്നെയാണ്. എന്തിനാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോണത്? ചെയ്യണ്ടെന്നാണോ? എനിക്കറിയില്ല. ഞാനിത് തന്നെയാ ചോദിക്കുന്നത്. എന്റെ അടുത്ത് ഇത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു മോർണിംഗ് എനിക്ക് രാവിലെ വേണമെങ്കിൽ എണീക്കാം, പക്ഷെ ഞാനിപ്പോ എണീക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഞാൻ എണീറ്റിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങട്ടെ എന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഞാനും ഇത് തന്നെ ഇരിക്കുന്നത്. എന്തിനാ അത്രയും നീഡ് ഉണ്ടെങ്കിൽ ആ സമയം ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ എന്റെ ശരീരവും മനസ്സും പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം.
അല്ലാണ്ട് 4 മണിക്ക് നല്ലതാണല്ലോ എന്നൊക്കെയുള്ള അറിവ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരൊക്കെ നല്ലതാണല്ലോ എന്നൊക്കെ ഒരു തോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ അത് എന്റെ നീഡല്ല. എന്റെ നീഡ് അല്ലാത്തോണ്ടായിരിക്കും എനിക്ക് എനിക്ക് പറ്റാത്തേന്നാണ്. എനിക്കറിയില്ല. ആ ആലോചിച്ച് നോക്കൂ. ആലോചിക്കും. ഇനി ആ ഡയറക്ഷനിൽ ആലോചിക്കും. അതായത് ഉം. 6 മണിക്ക് എണീക്കണ ആള് ഉം. 4 മണിക്ക് തന്നെ ഒറ്റ ദിവസം കൊണ്ട് എണീക്കാൻ പറ്റില്ല. പറ്റില്ല. ബോഡി സമ്മതിക്കില്ല. സമ്മതിക്കില്ല. അപ്പൊ അത് ഗ്രാജുവൽ ആയിട്ട് വരാം. ഉം. അപ്പോഴും ഉം. അത് അത്രയും അത്യാവശ്യമാണോ? അത് ബോഡിക്കും തോന്നണം, മനസ്സിനൊക്കെ തോന്നണം. അതെ, വർത്ത് ദ സാക്രിഫൈസ് ആണ്. ഉറക്കം കളയും. അപ്പൊ ഒരു 6 to 8 hours ഉറങ്ങിയിട്ടാണ് ഈ പറയുന്നതെങ്കിൽ ഓക്കെ ഫൈൻ. അങ്ങനെ ഉറങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പൊ തിരിച്ച് ചിന്തിക്കേണ്ടി വരും. ആ അതായത് അപ്പൊ 9 മണിക്ക് ഉറങ്ങേണ്ടി വരും. അതെ, അതെ. അത് പറ്റുമോ? ശ്രമിക്കാം. അപ്പൊ നമ്മൾ എല്ലാ കാര്യവും ഈ അയക്കാൻ പറ്റില്ല. എല്ലാവരും 4 മണിക്ക് എണീക്കണം, എനിക്ക് 4 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ 7 മണിക്ക് എണീക്കുന്ന ആളാ. എന്റെ മോൾ 8:05 സ്കൂളിൽ പോകുന്ന ആളാ. അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു വിടും ഞാൻ ഈ ഒരു മണിക്കൂറിനുള്ളിൽ. എനിക്ക് എനിക്ക് വേണമെങ്കിൽ 6 മണിക്ക് എണീറ്റ് റിലാക്സ്ഡ് ആയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പേപ്പറും വായിക്കും. മനസ്സിലായത്? ഞാൻ അഹങ്കാരത്തോടു കൂടി പറയും. എന്റെ ഇടയ്ക്ക് ഒരു മുച്ചു അടിയും. ഓ 7 to ഈ 8 ഒരു ആ. മണിക്കൂറിനുള്ളിലോ? ചിലപ്പോ മോള് പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ മോള് പോകുന്നതിന് മുന്നേ അതിന്റെ ഇടയിൽ കൂടെ വാഷിംഗ് ഉം. മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടാവും. ഞാൻ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അപ്പൊ അത് അപ്പൊ നോക്കിയുണ്ടാവും. ഉം. ഇത്രയും കാര്യം ഞാൻ 1 മണിക്കൂറിൽ ചെയ്യും. കാരണം ഞാൻ ഭയങ്കര മടിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്പീഡായി കാര്യങ്ങൾ ചെയ്യുക, കാര്യങ്ങൾ അവസാനിപ്പിക്കുക, 9:30 ഇറങ്ങുക. അമ്മോ. എന്ന് വെച്ച് ഫുൾ ഹൗസ് മാനേജ്മെന്റ് ഒന്നും ഞാൻ ചെയ്യില്ല. അത് ഭയങ്കര അടുക്കി പെറുക്കി ഒന്നുമില്ല. ജോലിക്ക് പോകേണ്ട സർവൈവലിന് വേണ്ട കാര്യങ്ങൾ, എന്റെ മോൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഭക്ഷണം വേണം, യൂണിഫോം വേണം, കാര്യങ്ങൾ വേണം, അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കി അവിടെ കിടക്കട്ടെ. മനസ്സിലായോ? അപ്പൊ 9:30 പോകും. ചില സമയം നമ്മൾ ഒറ്റപ്പാലത്തേക്കൊക്കെ ട്രെയിനിലാണ് പോകുന്നത്. 9:15 ട്രെയിൻ അടിക്കുകയാണ്, 7 മണിക്കേ എനിക്കുള്ളൂ. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരൊറ്റ ഓട്ടമാണ്. അപ്പൊ എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എണീക്കാം. ഇന്നിപ്പോ രാവിലെ അവരൊക്കെ തിരൂര് പോകണം, അവർ 6 മണിക്ക് എണീറ്റു, ഞാനും കൂടെ എണീറ്റു. എന്നിട്ട് ഞാൻ വിചാരിച്ചു പോയിട്ട് കുറച്ചേരം കിടന്നുറങ്ങാലോ. അപ്പൊ പക്ഷെ പറ്റിയില്ല. പിന്നെ പേപ്പർ വായിച്ചു, സൺഡേ സപ്ലിമെന്റ് വായിച്ചു, കുറച്ച് ന്യൂസ് കാണുമ്പോഴത്തേക്ക് 7-8 മണിയായി. എന്നിട്ട് പതുക്കെ ഓണായുള്ളൂ. അപ്പൊ നീഡ് എന്താന്ന് ആദ്യം മനസ്സിലാക്കുക. നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നാട്ടുകാർക്കല്ല, നമുക്ക് ഇടയ്ക്ക് നമുക്ക് വേണ്ടിയും തോന്നുമല്ലോ. ആ. ഒരു ടൈം വേണം എന്ന് അല്ല, നമുക്ക്. ഇത് രണ്ടും രണ്ടാണ്. ആ. മീ ടൈം വേണം. അതാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. നേരത്തെ എണീക്കലല്ല. ക്ലിയർ? ആ മീ ടൈം ഞാൻ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നത് എന്റെ മീ ടൈം ആയിട്ട് ഞാൻ പറയില്ല. ഓക്കെ. എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് എന്റെ മീ ടൈം. എനിക്ക് കഷ്ടപ്പെട്ട ഒരു സമയം കണ്ടെത്തുമ്പോ പിന്നീട് നമുക്ക് അതിലൊരു വിഷമം വന്നാലോ? മാത്രമല്ല അത് ലാസ്റ്റ് എനിക്കത് സ്റ്റാർട്ട് ചെയ്ത് മിഡിൽ സ്റ്റോപ്പ് ചെയ്യണ്ട. ഞാൻ ആ. ആഗ്രഹിക്കുന്നത് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റാനാ. ഹാബിച്വേറ്റ് ആക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്റെ ബേസിക് ക്യാരക്ടറിൽ നിന്നും ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് വേണം ഞാൻ പോവാനോ. ഉം. അവിടെ അതിൽ നമുക്കൊരു സൈക്കോളജിക്കൽ മൂവ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചു വന്നതിന്റെ അർത്ഥം. അല്ല, നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് മീ ടൈം കണ്ടെത്തുക. എന്താണ് നമ്മൾ മാറ്റി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോ 5 days ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അയ്യോ ഇത് എനിക്ക് വല്ലാത്ത പ്രശ്നം പിന്നെ നമുക്കൊരു ഉണ്ടാക്കുന്നു എന്ന് കുറ്റബോധം വരാം. എന്താ വരിക അറിയോ? ഒരു തീരുമാനം എടുത്തിട്ട് നടപ്പിലാക്കാൻ പറ്റിയില്ലല്ലോ, എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്നും തോന്നാം. അതെ. അപ്പൊ ഇത് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി കണ്ടെത്തേണ്ട സാധനം, ഉം. കഷ്ടപ്പെട്ട് കണ്ടെത്തരുത്. അതെ. മീ ടൈം എന്ന് പറയണത് 5 മിനിറ്റ് മീ ടൈം ആവാം, 10 മിനിറ്റ് മീ ടൈം ആവാം, മിണ്ടാണ്ട് വാതിലടിച്ച് കിടന്നുറങ്ങിയത് മീ ടൈം ആവാം. അപ്പൊ എന്റെ മീ ടൈം എനിക്ക് വേണമെന്ന് എന്റെ വീട്ടിൽ എനിക്ക് പറയാൻ പറ്റും. അതൊരു പുരുഷനും സ്ത്രീക്കും മക്കൾക്കും അത് പറയാൻ പറ്റുന്ന ഇടമാവണം വീട്. ഇന്നാളെ ഒരു കുട്ടി വന്നപ്പോ പറഞ്ഞത്, എന്നെ ഒറ്റയ്ക്കിരിക്കാൻ വിടുന്നില്ല. എനിക്കൊരു 10 മിനിറ്റ് എന്റെ വീട്ടിൽ എന്റെ മുറിയിൽ ജനലുകൾ തുറന്നിട്ട് വെളിയിൽ കാറ്റ് നോക്കി എന്റെ മുറിക്കകത്തിരുന്ന് പുസ്തകം വായിക്കാനോ മിണ്ടാതിരിക്കാനോ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്റെ അമ്മയ്ക്ക് പേടിയാ, കൗമാരക്കാര് വാതിലടച്ചിരിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ കുട്ടിക്ക് ഒരു പ്രൈവസി കിട്ടുന്നില്ല, ആ 5 മിനിറ്റ്സ് കിട്ടുന്നില്ല. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാൻ പോലും ആ വീട്ടില് പറ്റുന്നില്ല. അപ്പൊ എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം എന്ന് പറയാൻ പറ്റണം. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഇന്നാള് പറഞ്ഞ്, ഈ കണ്ടിന്യൂസ് ക്ലാസ്സസ് ആയി എന്റെ ഫിസിക്കലി പ്രശ്നം, ഞാൻ എവിടെയെങ്കിലും ഒരു 10 ദിവസം നാട് വിട്ട് കൂട്ടോ എന്ന് പറയും. അപ്പൊ ഇന്നാള് ഞാൻ ചോദിച്ചു, നമുക്ക് പോണ്ട ഏട്ടാ എവിടെയെങ്കിലും, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കൺസ്ട്രക്ഷനും എന്റെ ക്ലാസ്സസും. നീയല്ലേ പറഞ്ഞ ഒറ്റയ്ക്ക് പോണം, എന്നിട്ട് ഇപ്പൊ എന്താ എന്നെയും കൂടെ കൂട്ടണ? ആ മനസ്സിലായോ?
അപ്പൊ ഒറ്റയ്ക്ക് ഞാൻ നിറയെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ജോലിയുടെ ഭാഗമാണ്. അപ്പൊ ഒരു മീ ടൈം വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പോവാം. ഒരു തവണ ഞാൻ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി ബ്രേക്ക് ഡൗൺ ആയി. ഒരുപാട് എന്റെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ കാരണം കൊണ്ട് ഞാൻ ട്രീറ്റ്മെന്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉം. കാരണം. അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും പോണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് പോവാണ് എന്ന് പറഞ്ഞു. ഉം. ഞാൻ പോകുന്നു പറഞ്ഞു. അന്ന് വൈകുന്നേരം പോകുന്നു പറഞ്ഞ അന്ന് വൈകുന്നേരം എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് നീ അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കാൻ പോണ്ട ഞാനും വരും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ എന്റെ സൈക്കോളജിക്കൽ പ്രോബ്ലം, അതായത് എന്റെ ഡിപ്രഷൻ മേ ബി ഒരു 15 ഇയേഴ്സ് ആയിട്ട് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കേട്ട് 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 വരുമ്പോൾ ഒരു പ്രൊഫഷണൽ ഹസാർഡ് വരും. നമ്മൾ മെന്റലി ഫിസിക്കലി വീക്ക് ആവും. അപ്പൊ ഞാൻ അത് എന്റെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അടുത്ത് ദീപയുടെ അടുത്ത് പോയപ്പോ ദീപ ഡോക്ടർ പറഞ്ഞത് യു നീഡ് എ ബ്രേക്ക് എന്നാണ് പറഞ്ഞത്. അത് കേസസ് കേട്ട് കേട്ട് കേട്ടിട്ടുള്ള പ്രശ്നം, അതായത് ആ കേസ് കേട്ടിട്ട് സങ്കടം കൊണ്ടല്ല, നമ്മുടെ ബോഡിക്ക് ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്, അത് കഴിഞ്ഞു പോയി. ആൻഡ് യു ആർ ഡൂയിങ് ഇറ്റ് എവറി ഡേ. നമ്മൾ ചെയ്യാണ്. ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ കൂടി ആരെങ്കിലും എന്നെ വിളിച്ച് പ്രശ്നങ്ങൾ പറയും. അപ്പൊ അതും കൂടി കേൾക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ബ്രേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ബ്രേക്ക് എടുക്കുന്ന ആലോചിച്ചോണ്ട് ഞാൻ നിന്ന നിപ്പിൽ കോഴിക്കോട് പോവാന്ന് പറഞ്ഞ രീതി. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞത് ഞാനും വരാം, നിന്നെ ഒറ്റയ്ക്ക് വിടൂല. അങ്ങനെ ഞങ്ങൾ രാവിലെ 7:15 ഇന്റർസിറ്റിക്ക് പോയി. അവിടെ പോയി പോകുന്ന വഴിക്കാണ് പരപ്പനങ്ങാടി എത്തിയപ്പോ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കടലുണ്ടിയിൽ ആ മറ്റേ ബേർഡ്സിന്റെ സാങ്ച്വറി പോയി സ്പോട്ടിൽ ഡിസിഷൻ എടുത്തു. അവിടെ ബസ് ഇറങ്ങി, അവിടെ ഭക്ഷണം കഴിച്ച്, അല്ല അവിടെ ട്രെയിൻ ഇറങ്ങി ഭക്ഷണം കഴിച്ച് ബസ് കയറി അവിടെ കടലുണ്ടി പോയി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നങ്ങട് ആ യാത്ര, ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ അവിടെ പോയപ്പോ കിട്ടിയ. നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ? ഇല്ല. അവിടെ പോണം. അവിടെ ബോട്ടല്ല, തോണിയുമേ ആ മറ്റേ കണ്ടൽക്കാടുകൾക്കുള്ളിലൂടെ പോകുമ്പോ കിട്ടുന്ന സൈലൻസ് അത് എനിക്ക് ഇന്നും ഫീൽ ചെയ്യാം കണ്ണടച്ചിരുന്നു കഴിഞ്ഞാല്. ഒന്നുമില്ല, ഒരു ശബ്ദവും ഇല്ല. ആ ഒരു തണുപ്പും ആ സൈലൻസും ആണ് അന്ന് എന്നെ ഹീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ മുഴുവൻ ആ മറ്റേ കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ ഒക്കെ പോയി നിറയെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് എഗെയിൻ ഓട്ടോ പിടിച്ചു ബസ് കയറി കോഴിക്കോട് പോയി. കോഴിക്കോട് ബീച്ചിൽ പോയി, മിഠായി തെരുവ് പോയി, രണ്ടാളും കൂടെ അസലായി ഭക്ഷണം കഴിച്ച് തിരിച്ച് 5:30 ട്രെയിനിൽ കയറി വന്നു. ആൻഡ് ദാറ്റ് ഈസ് ഒരു ബ്രേക്കാണ്. അത് പറയാനും പോവാനും പറ്റണം. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് വീട്ടുകാരെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എനിക്ക് കുറെ കാലം കൂടി ക്വാളിറ്റി ഓഫ് ടൈം എന്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനത്തെ ബ്രേക്സ് ആവശ്യമാണ്. ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്, എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. ഇത് എന്റെ വേ ഓഫ് കാര്യങ്ങളാണ്. അത് ഞാൻ പണ്ട് പറഞ്ഞു, കുട്ടിക്കാലത്ത് എന്റെ ട്രോമയിലൂടെ ഞാൻ കടന്നു പോകുമ്പോ ഇപ്പുറത്ത് ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് 4 ബസ് സ്റ്റോപ്പ് അപ്പുറത്തിറങ്ങി നടന്നു വന്നിരുന്ന ആളാ. നടക്കുമ്പോ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പൊ നമുക്ക് തോട്ട്സ് വരും, അതിനെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യും, നമ്മൾ കൺഫ്രണ്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളോട് പറയും സാരില്ല, അത് അങ്ങനെ ആയതുകൊണ്ടല്ലേ. ഇതൊക്കെ ഞാൻ ഈ 1 hour നടത്തത്തിലൂടെയാണ് ഹീൽ ചെയ്തിരുന്നത്. പിന്നെ ജോലിക്ക് പോയിരുന്ന സമയത്തും ഇടയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും, ബസ് കയറി എവിടെയെങ്കിലും പോകും, തിരിച്ചു വരും. അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. മേ ബി അത് നല്ലതാവാം ചീത്തയാവും, പക്ഷെ നമുക്ക് വേണം. ബിക്കോസ് നമ്മൾ ഡെയിലി ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ ഒരുപാട് ടോക്സിസിറ്റി നമ്മുടെ ഉള്ളിൽ വരും, ഒരുപാട് ബേർഡൻസ് വരും. ഇത് കൃത്യസമയത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെയോ വെന്റിലേറ്റ് ചെയ്യാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ, സപ്രസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് വരും. മനസ്സിന്റെ വിഷമം കൊണ്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇത് നിങ്ങൾ എങ്ങനെ പോയാലും കണ്ടുപിടിക്കാൻ പറ്റൂല. മുട്ടുവേദന, കൈവേദന, കഴുത്ത് വേദന, വയറുവേദന, തലവേദന, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇത് ഫിസിക്കൽ ഇഷ്യൂസ് കൊണ്ടല്ല, നമ്മൾ അടച്ചമർത്തി വെച്ചിട്ടുള്ള സപ്രസ്ഡ് ഫീലിംഗ് കൊണ്ടാണ്. നമ്മുടെ ഒറ്റപ്പെടൽ, നമ്മുടെ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് പറ്റണം, വീടുകളിൽ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. അതൊക്കെ ഒരു പ്രശ്നമാണ്. പ്രശ്നമല്ല, എന്തായാലും അറിഞ്ഞാൽ എല്ലാം ശരിയാക്കാലോ. തീർച്ചയായിട്ടും അറിവാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവിടെ, അല്ലേ? അതായത് മനുഷ്യരാണെന്നും മനുഷ്യർക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന റിയാലിറ്റി കൂടെ ജീവിക്കുന്നവർ മനസ്സിലാക്കണം. മനസ്സിലാവും. പ്രശ്നങ്ങൾ വരും, തെറ്റുപറ്റും, അബദ്ധങ്ങൾ ഉണ്ടാവും, ചിലപ്പോ ചില വഞ്ചനകൾ ഉണ്ടാവും, ചില ചതികൾ ഉണ്ടാവും, ചില കൊഴിഞ്ഞു പോകലുകൾ ഉണ്ടാവും, റിജക്ഷൻസ്. ഇതൊക്കെ മനുഷ്യരുടെ തലച്ചോറിൽ ഉണ്ടാവുന്ന നോർമൽ കാര്യങ്ങളാണ്. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യണം.
പിന്നെയും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് വേറെ കാരണം. അതെ ഉം. പക്ഷെ ചെറിയ ചെറിയ ഉം. സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോ ഉം. കൂടെ നിൽക്കുമ്പോ ഉം. പ്രശ്നം ഉണ്ടാവില്ല. ഉം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടച്ച്. ഓ. അതായത് മക്കളോടാണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും നമ്മൾ ആ ടച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരാം. ഉം. ടച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, മനസ്സിലായി. എന്നും കാണുമ്പോഴുള്ള കെട്ടിപ്പിടുത്തങ്ങൾ, ഒരു ചേർത്ത് ഉം. പിടിക്കൽ, ഒരു ഉം. ഉമ്മ വെക്കൽ, ഉം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉം. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കാൻ മുമ്പ് ചോദിക്കും ഡെയിലി എത്ര പേര് മക്കളെ കെട്ടിപ്പിടിക്കാറുണ്ട്. ഞാനുണ്ട്. അപ്പൊ ഒരു 200 പേര് പങ്കെടുക്കുന്ന പാരന്റിങ്ങിൽ ഒരു 10ഓ 15ഓ പേരെ ചെയ്യാറുള്ളൂ. അത് അവരുടെ മറുപടികളിൽ നിന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. അവരെല്ലാത്തിനും ഉത്തരങ്ങളുണ്ടാവും പാരന്റ്സിന്. ആ. ഇതൊന്നും ചെയ്യാത്തവര് കുറെ കൂടി സബ്മിസീവ് ആയിരിക്കും. ആക്റ്റീവ് ആവാൻ പറ്റില്ല. ആ. അപ്പൊ ആ മെന്റൽ ഹെൽത്ത് ഉണ്ടാവാൻ നമ്മുടെ ബ്രെയിനകത്ത് ഓക്സിറ്റോസിന്റെ അളവ് കൂടണമെങ്കിൽ, ഹാപ്പി ഹോർമോണായ ഓക്സിറ്റോസിൻ ഉണ്ടാവണമെങ്കിൽ ടച്ച് നിർബന്ധാണ്. ഓ. അപ്പൊ അതൊക്കെ ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കുട്ടിക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുന്നത് ഫിസിക്കൽ ഹെൽത്തിന് ഉള്ള പോലെ മെന്റൽ Mental ഹെൽത്തിന് എന്തൊക്കെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെന്ന് അറിയണം. എന്റെ കൂടെ ജീവിക്കുന്ന പാർട്ട്ണർക്ക് നമ്മൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഭക്ഷണമായിട്ടും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒപ്പം ആ. മെന്റൽ ഹെൽത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നും കൂടെ നോക്കണം. അപ്പൊ ഇതൊക്കെ പലപ്പോഴും നമ്മളാണെങ്കിലും ഈ പ്രൊഫഷനിൽ ഇരിക്കുമ്പോഴും പലപ്പോഴും ഇത് പറ്റാറില്ല. അപ്പൊ അവര് ചോദിക്കും, എന്റെ മോള് ചോദിക്കും, അമ്മ ഇന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ, അമ്മ എനിക്ക് ഇന്ന് ഗുഡ് പറഞ്ഞില്ലല്ലോ, എന്നെ ഇന്ന് ഹഗ് ചെയ്തില്ലല്ലോ, അമ്മ എന്താ സൈക്കോളജിസ്റ്റ് മറന്നുപോയോ എന്ന് പറയും. ആ. ഓഫ് കോഴ്സ് അത് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ബോഡി ഷെയ്മിങ് അറിയാണ്ടേ വന്നു പോകും. അപ്പൊ ഞാനൊരു ദിവസം പറഞ്ഞ്, മോളെ നീ മെലിഞ്ഞ് തോട്ടി പോലെ അല്ലേ, ഈ ആണി ഒന്നും കൂടെ അടിക്കുമെന്ന്. ഓട്ടന്നെ ആ സ്റ്റെപ്പ് ചാടി ഇറങ്ങിയിട്ട് അമ്മ ആദ്യം എന്നോട് സോറി പറയണം. പക്ഷെ എന്തിനു സോറി പറയണത്? അമ്മ എന്നെ ബോഡി ഷെയിം ചെയ്തു. ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഒരു മനുഷ്യന്റെ ശരീരത്തെ വെച്ച് അവരെ അഡ്രസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഐ സെഡ് സോറി. ഞാൻ പറഞ്ഞു, മോളെ ഇത് ശീലമായി പോയതുകൊണ്ടാണ്, ആക്ച്വലി ഞാൻ അങ്ങനെ ഇന്റന്റ് ചെയ്ത് വിളിച്ചിട്ടില്ല. അമ്മ ഇത് തന്നെയാണ് പ്രശ്നം. നോബഡീസ് നോയിങ്ലി അങ്ങനെയല്ല. പക്ഷെ അത് ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇമോഷണലി ഡൗൺ ആണെങ്കിൽ അയാൾ അത് വീക്ക് ആവും. മോള് ഓൾറെഡി ഒരു സൈക്കോളജിസ്റ്റ് ആയി. അല്ല മോളുടെ 2-3 കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് മനസ്സിലായി. അതായത് അവര് കുറെ കൂടി അവെയർഡാണ് അവരവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ പറ്റി, അവരുടെ ഒരു പ്രൈവസിയെ പറ്റി, അവരുടെ ഡിഗ്നിറ്റിയെ പറ്റി അവര് അവെയർഡാണ്. നമ്മളല്ല. നമ്മുടെ കാലത്ത് നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടോ? അറിയോ? എന്താ ഇപ്പോഴാണ് ഓരോന്നോരോന്ന് പഠിച്ചു വരുന്നത്. അല്ലേ? നമുക്ക് എന്താ കോൺഫിഡൻസ് പോലും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഇന്നത്തെ കുട്ടികൾക്ക് അത് നന്നായിട്ട് അറിയാം. അപ്പൊ അത് അവര് ചോദ്യം ചെയ്യുമ്പോ, അത് അവരവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മൾ പറയും അവര് ഭയങ്കര മോശാണ്, അവർക്ക് റെസ്പെക്ട് ഇല്ല. നമുക്ക് ഈ കൊടുക്കാത്ത സാധനം എങ്ങനെ കിട്ടും? അതെ അതെ. ഈ റെസ്പെക്ട് കൊടുക്കാണ്ടേ നമുക്ക് എങ്ങനെ തിരിച്ച് റെസ്പെക്ട് കിട്ടും? അപ്പൊ ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിപ്പിച്ച ഒരു ലൈൻ ഉണ്ട്, റെസ്പെക്ട് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതിന് മുന്നേ പഠിച്ച സാധനമുണ്ട്, റെസ്പെക്ട് എൽഡേഴ്സ്. അതാണ് എഴുതി മാറ്റേണ്ടത്. റെസ്പെക്ട് ദ ഹ്യൂമൻ ബീങ് ആണ്. മനുഷ്യരെ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും റെസ്പെക്ട് ചെയ്യണം. അതെ. ഈവൻ ചെടിയാണെങ്കിലും പൂക്കളാണെങ്കിലും ഒക്കെ. ഇവിടെ പഠിപ്പിക്കുന്നത് റെസ്പെക്ട് എൽഡേഴ്സ് എന്നാണ്. അപ്പൊ ആ എൽഡർ എന്ത് ചെയ്താലും നമ്മൾ അനുസരിക്കണം. അപ്പോഴാണ് അബ്യൂസസ് ഉണ്ടാവുന്നത്. അയ്യോ ചെറിയച്ഛനെ നമ്മൾ തർക്കിക്കാൻ പാടില്ല, മാമനോട് അങ്ങനെ പറയാൻ പാടില്ല, അയാൾ എന്ത് ചെയ്താലും കേറി പിടിച്ചാലും ഇറ്റ്സ് ഫൈൻ. അപ്പൊ റെസ്പെക്ട് എൽഡേഴ്സ് എന്നല്ല, അപ്പൊ നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കണം. അപ്പൊ എന്റെ 16 വയസ്സായ കുട്ടിയെ ഞാൻ ബഹുമാനിച്ചാലേ അവൾ എന്നെ ബഹുമാനിക്കുള്ളൂ. അതെ. ടീനേജിൽ ഏറ്റവും ആവശ്യം സ്നേഹത്തെക്കാളും അപ്രിസിയേഷനേക്കാളും വേണ്ടത് റെസ്പെക്ട് ആണ്. അവര് ഈഗോ, ഞാനാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനെയാണല്ലോ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലേ? ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ അവരാണ് ശരിയെന്നാണല്ലോ അവരുടെ വിചാരം. നമ്മളവര് റെസ്പെക്ട് ചെയ്യും. സെയിം വേ ഇപ്പൊ അവർ ആ ഒരു ഓറയിലാ. നമ്മളത് റെസ്പെക്ട് ചെയ്തിട്ട് മോനെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടടാ, എന്താ ചെയ്യണ്ടേ, നിനക്ക് നല്ല വിവരല്ലേ എന്ന് ചോദിച്ചാ സൂപ്പർ ഐഡിയാസ് വരും. ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ, എന്റെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കെൻ യു ഹെൽപ്പ് മീ വിത്ത് സം സജഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അല്ല, അതാണ് നല്ല പാരന്റിങ്ങിന്റെ ലക്ഷണം. ഒരു ഐഡിയൽ പാരന്റിങ് എന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലും ഓരോ പാരന്റിങ് സ്റ്റൈൽ ആയിരിക്കും. അങ്ങനെ ചോദിക്കാം.
അതില് ചില പേരൻസിന് സോറി പറയാനും വലിയ ബുദ്ധിമുട്ടാട്ടോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫീൽ ദേ ആർ ഓൾവേസ് റൈറ്റ്. ഇപ്പം മോൾ ഇങ്ങനെ ബോഡി ഷേമിങ് വന്നു, യു ഹാവ് ടു സേ സോറി എന്ന് പറയുമ്പോൾ ഉം. വിജയ് ആയതുകൊണ്ട് വേഗം പറഞ്ഞു. വേഗം പറഞ്ഞു. എല്ലാവരും ആ ഒരു ഈഗോ ഇല്ലാത്ത ഒരു ആൾക്കാരല്ല. ചിലവര് ഭയങ്കര ഈഗോ ഉള്ള വൈ ഷുഡ് ഐ സേ സോറി എന്ന് പറഞ്ഞിട്ട് പറയുന്ന എത്ര പേരൻസ് ഇതിലും വലിയൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ചെയ്തല്ല, പ്രേമേട്ടന്റെ കാര്യമാണ്. എന്റെ മൂത്ത മോള് ഫുൾ ടൈം ഡാൻസ് ആണ്. ബോർഡ് എക്സാം ടൈമിലാണെങ്കിൽ അവള് പഠിക്കില്ല, പഠിക്കാറേയില്ല. അപ്പൊ എന്റെ ഏട്ടന് ഭയങ്കര പേടിയായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല അവര് പഠിക്കുന്നതിനെ പറ്റി. അപ്പൊ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അവള് തോൽക്കില്ലേ, A+ കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ A പോലും കിട്ടില്ലല്ലോ, ഫുൾ A+ എന്നല്ല, തോറ്റു പോകുമോ എന്ന് മൂപ്പർക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂപ്പര് ഷൗട്ട് ചെയ്തു, നീ ഇങ്ങനെ പോയാ പഠിക്കില്ല, നീ ജയിക്കില്ല, +1 അഡ്മിഷൻ കിട്ടില്ല, എന്താ നിന്റെ വിചാരം, എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടാണ്. അതുകൊണ്ട് മൂപ്പരുടെ ആ ഒരു സങ്കടം, ഫ്രസ്ട്രേഷൻ ആയിട്ട് പുറത്തു വന്നു. ആൻഡ് ഞാൻ ഒന്നും പറയാൻ പോയില്ല. മോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്താ അമ്മ അങ്ങനെ പറയണത്, ഞാൻ പഠിക്കുമല്ലോ, എനിക്കറിയാലോ പഠിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, അച്ഛന്റെ ഫ്രസ്ട്രേഷൻ ആണ് പറഞ്ഞത്, അച്ഛൻ നീ നിന്റേത് ചെയ്തോളൂ. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ആൻഡ് ഷീ സെക്യൂർഡ് ഫുൾ A+. മൂപ്പർക്ക് ഭയങ്കര കുറ്റബോധമായി. ആൻഡ് യു നോ വാട്ട് ഹി ഡിഡ്? അന്ന് പോയി കാലിൽ വീണ് നമസ്കരിച്ച് സോറി പറഞ്ഞു. എന്തൊരു മാഗ്നാനിമസ് അത് ഞങ്ങളൊക്കെ അങ്ങോട്ട് ഷോക്കായി പോയി. എന്റെ മോളാകെ വണ്ടടിച്ചു പോയി. അപ്പൊ മൂപ്പര് അത്ര വേദനിപ്പിച്ചു ആ കുട്ടീനെ ആ ഒരു ദിവസം. പിന്നെ എല്ലാ ദിവസവും ഇറിറ്റേഷൻ എന്റെ അടുത്ത് പറയുമെങ്കിലും മൂപ്പര് അവരോട് അത്രയും പറഞ്ഞ് അവളെ വിശ്വസിച്ചില്ല. അവള് പറഞ്ഞ വാക്കിനെ വില കൊടുത്തില്ല, ട്രസ്റ്റ് ചെയ്തില്ല ഒട്ടും. അപ്പൊ അത് അവള് പഠിച്ച് നേടി. അപ്പൊ ചെയ്ത തെറ്റ് തിരുത്തണം മനുഷ്യനായ. ക്ലിയർ? ഒരു പരിധി വരെ പറ്റുന്ന തെറ്റുകൾ തിരുത്താം. മൂപ്പര് നേരെ പോയി റിസൾട്ട് വന്ന ദിവസം, അതിന് റിസൾട്ടിന് മുന്നേ തന്നെ അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. മൂപ്പര് അങ്ങനെയാണ് എപ്പോഴും, റിസൾട്ടിനനുസരിച്ചിട്ടല്ല, ഒരു ഘട്ടം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു ഗിഫ്റ്റ്, ഒരു മൈൽ സ്റ്റോൺ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു. റിസൾട്ട് വന്ന ദിവസം ആദ്യം ചെയ്ത മൂപ്പര് കാല് പിടിച്ച് സോറി, എന്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി, ഞാൻ നിന്നെ വിശ്വസിച്ചു. അപ്പൊ അങ്ങനെ ഒരു ആക്ട് അച്ഛനിൽ നിന്ന് മകൾക്ക് ഉണ്ടാവുമ്പോ എന്താണ് കുട്ടി പഠിക്കുക? അതെ, തെറ്റ് വന്നാൽ നമ്മൾ ക്ഷമിക്കണം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയണം. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് വേ. അതെ, വെറുതെ സോറി പറയുന്നതിനേക്കാളും ഏജ് പോലും നോക്കാണ്ട് അവളെക്കാളും എത്ര മുതിർന്ന ഒരു മനുഷ്യൻ. അപ്പൊ അതൊരു ആസ് എ ടീച്ചർ, ആസ് എ ഗുരു എന്നുള്ള നിലയ്ക്ക് പോലും നമുക്ക് അത് എടുക്കാൻ പറ്റും. ഭയങ്കര ടച്ചിങ് അല്ലേ? അത്രയ്ക്കൊന്നും നമുക്ക് പറ്റി, എനിക്കുണ്ടെന്ന് അത്ര പറ്റൂല. പക്ഷെ മൂപ്പര് ബേസിക്കലി അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ അവളുടെ ടീച്ചർ എപ്പോഴും പറയും, വിനീത ടീച്ചർ പറയും, അതിഥിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല, നുണയും പറയില്ല. അപ്പൊ അങ്ങനെ അവള് ശീലിച്ചത് അച്ഛനെ കണ്ടിട്ടാണ്. ഞാൻ ഇന്നതാണ് ടീച്ചർ, ഞാൻ ഇത് കഴിക്കില്ല, എനിക്കിത് ഇഷ്ടമല്ല. അല്ലാണ്ട് ടീച്ചറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ കഴിച്ചോളാം. അവർക്ക് ഈ 15 ദിവസം അരങ്ങേറ്റത്തിന് മുന്നേ പ്രാക്ടീസും അതിന്റെ ഒരു ഫാസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. നോൺ കഴിക്കില്ല, ഹെൽത്തി ഫുഡ് കഴിക്കുക. അപ്പൊ ഇവള് ചീരിയും മുരിങ്ങയും കഴിക്കില്ല. അപ്പൊ ടീച്ചർ പറയും നിർബന്ധമായും കഴിച്ചേ പറ്റും. കൃത്യമായി ഇവള് പറയും, ഞാൻ കഴിക്കില്ല ടീച്ചറെ, എനിക്കിഷ്ടമല്ല. അപ്പൊ ടീച്ചർ പറയും, ഇങ്ങനെ കുട്ടി പറയണമെങ്കിൽ സിൻസിയർ ആയിട്ട്, ടീച്ചറെ പേടിച്ചിട്ട് ഞാൻ കഴിച്ചോളാം, വീട്ടിൽ പോയി കഴിച്ചോളാം, അല്ലെങ്കിൽ ഒരു വായ, അപ്പൊ എനിക്ക് പറ്റില്ല ടീച്ചറെ, ഞാൻ കഴിക്കില്ല. അപ്പൊ അങ്ങനെ അവള് പറഞ്ഞു, അത് ടീച്ചർ എടുത്തു പറഞ്ഞു. ടീച്ചർക്ക് അത് ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് തെറ്റോ ശരിയോ, പക്ഷെ കുട്ടി സിൻസിയർ ആയി പറഞ്ഞു. അത് ആ സ്പേസ് നമ്മൾ വീട്ടിൽ കൊടുത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അതെ, അതെ. പിന്നെ അച്ഛന്റെ അടുത്ത് എന്തും പറയാം, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എന്തും പറയാം. പിന്നെ കുറച്ച് കഴിയുമ്പോ ചില കാര്യങ്ങളൊന്നും നമ്മളോട് പറയാണ്ടാവും. അപ്പൊ പറയും, അമ്മയ്ക്ക് അച്ഛൻ മനസ്സിലാവില്ല, ചിലപ്പോ ഞങ്ങളുടെ വൈബ് കിട്ടില്ല, ഞങ്ങളെ പോലെ ചിന്തിക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഈ 10 തൊട്ട് 18, 19 വയസ്സ് വരെ നമ്മളോടൊന്നും പറയാം, അധികമൊന്നും കാര്യങ്ങൾ പറയണ്ട, മനസ്സിലായില്ലേ? അത് അവരായി, അവരുടെ കൂട്ടുകാരായി. ക്ലിയർ? നമ്മളെല്ലാത്തിലും ഇടപെടണ്ടല്ലോ. അപ്പൊ ഈസി അല്ല ഒരു ഈ ടീനേജിനെ വളർത്തുക. കൺഫ്യൂഷൻസും കോംപ്ലിക്കേഷൻസും വരുമ്പോ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് പിന്നീടാണ് പ്രശ്നം വരിക. അതെ, അപ്പൊ നമ്മുടെ ബ്രെയിനും ഐസും ഒക്കെ ഓപ്പൺ ആക്കി കൊറേ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആൻഡ് അൺലേണിംഗ് ഓൾസോ. നമ്മൾ കൊറേ ചെയ്തത് അല്ലെങ്കിൽ പഠിച്ചത് നമ്മൾ നല്ലതാന്ന് പറഞ്ഞിരുന്നത്, അത് വിജയുടെ അടുത്ത് സംസാരിച്ചപ്പോ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു, നോ,
അതിനും കുറച്ച് എന്താ പറയാ ഫൈൻ ട്യൂണിങ് വേണം എന്ന് മനസ്സിലായി. അതുപോലെ കുറേ ഇൻസൈറ്റ്സ് കിട്ടി കേട്ടോ വിജയ് ഇന്നത്തെ സംസാരത്തില്. പക്ഷേ കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ എനിക്ക് തോന്നുന്നു വിജിതനോട് സംസാരിച്ചപ്പോ അതായത് ഒരു ആ, ഹാർഡ് ഫാസ്റ്റ് റൂൾസ് ഇല്ല. അതെ. ആ. എങ്ങനെയാണോ അതിനങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക, അവനെ കൊണ്ട് പറ്റുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് കൊണ്ടുവരിക. വലിയ അത്രയും മതി. രസായി. എന്തിനാണ് നമ്മൾ ഹാർഡായിട്ട് ജീവിക്കുന്നത്? അതെ. ജീവിക്കാനുള്ള പൈസ വേണം, ഒരു ജോലി വേണം, ഉം. നല്ല മക്കള്, നല്ല റിലേഷൻഷിപ്സ്, നല്ല സൗഹൃദങ്ങൾ. ഉം. അത്രേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഈ വീട് ചിട്ടയാക്കി വെച്ച് അത് കറക്റ്റാക്കി വെച്ച് എന്തിനാണ്? സിമ്പിൾ സിമ്പിൾ അതെ. എന്താണെങ്കിലും വിജയിനെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിടുന്നില്ല. നമ്മൾക്കൊരു പരിപാടി ഉണ്ട്.